നമ്മൾ യേഹൂവിൻ്റെ അനോയിന്റിങ് ഉൾപ്പെടെയുള്ള യേഹൂവിൻ്റെ അഭിഷേകം ഉൾപ്പെടെയുള്ള പല ഈവൻറ്റുകൾ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എലിജിബിൾ ആയിട്ടുള്ളവനെ പ്രവാചകന്മാർ എവിടെയാണോ കണ്ടത്, ഒരിക്കൽ കൂടെ എലിജിബിൾ ആയിട്ടുള്ളവനെ പ്രവാചകന്മാർ എവിടെയാണോ കണ്ടത്, അവൻ്റെ മേൽ അഭിഷേക തൈലമൊഴിച്ച് അവനെ രാജാക്കന്മാരായിട്ടും മറ്റും അഭിഷേകം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രവാചകനല്ല, പ്രൊഫറ്റിക് ഓഫീസ്. ഒരു ഓഫീസ് ഉള്ളവന് മാത്രമേ മറ്റൊരു ഓഫീസ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഓഫീസ് ഉള്ളവന് മാത്രമേ മറ്റൊരു ഓഫീസ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈവിളിന്റെ ശത്രുവിന്റെ ഓഫീസിനെ പൂട്ടാൻ പറ്റത്തുള്ളൂ. പൂട്ടപ്പെടട്ടെ, തുറക്കപ്പെടേണ്ടത് യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഈ സംസ്ഥാനത്തിന് മേൽ അസ്ഥിരമായി കിടക്കുന്നത് സകലത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്ഥിരമാകട്ടെ. അൺസ്റ്റേബിൾ ആയി കിടക്കുന്ന സകലതും സ്ഥിരമാകട്ടെ. ഉറപ്പില്ലാതെ കിടക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ ഉറക്കട്ടെ. ജനമാമേൻ പറയട്ടെ. ഡേവിഡിന് 3 കസേര, ദാവീദുമായി ബന്ധപ്പെട്ട് 3 ഒന്ന് അബ്രഹാമിന്റെ ഡേവിഡിന്റെ ഫാദർ ലോയുമായി ശൗല് ഇരുത്തിയില്ല. രണ്ടാമത്തേത് തന്റെ സ്വന്തം മകൻ അബ്ശാലോം തന്നെ കസേരയിൽ നിറക്കി വിട്ടു, സിംഹാസനത്തിൽ നിറക്കി വിട്ടു. മൂന്നാമത്തേത് തന്റെ മകൻ ശലോമോനെ ഇരുത്താതെ അദോനിയാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ചെയറിന് പിടിച്ചുകൊണ്ട് നിന്നു. വെരി ഇമ്പോർട്ടന്റ്. ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് വേറെ ഒരു സിംഹാസനത്തിന് പോരുണ്ടായിരുന്നില്ലല്ലോ. ദാവീദിന്റെ പൊസിഷന് വേണ്ടി മാത്രം പോരുവന്നത് എന്താ? കാരണം ആ സിംഹാസനത്തിലാണ് മെശിഹ വന്ന് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ആ സിംഹാസനത്തിൽ മെശിഹ. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ പദ്ധതിയും പർപ്പസ്, യേശു കർത്താവിന്റെ പർപ്പസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്തുള്ള നിങ്ങളുടെ ഉറക്കം കെട്ടുപോകുന്ന പല രാത്രികളുണ്ടായിരിക്കും. മീനിങ് നിങ്ങളൊരു വാർ സോണിലായിരിക്കും. ശത്രു നിങ്ങളെ എപ്പോഴും ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ടിരിക്കും. ഞാൻ നിങ്ങളെ ചുമ്മാ അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്തത്. പക്ഷേ അവിടെ അറ്റാക്ക്, അവിടെ പ്രോബ്ലംസ്, വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായി. കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കൃപയാൽ നിൽക്കുന്നവരാണ്.